എടാ നീ എവിടെയാടാ? എടാ ഞാൻ എത്ര ദിവസമാണ് നിനക്ക് ആ മോട്ടർ നന്നാക്കാന്ന് പറഞ്ഞിട്ട്? നീ ഇത് എവിടെ കൊണ്ടുവച്ചിരിക്കുവാണ്? എൻ്റെ പൊന്നു, അവരുടെ വയനെ തെറി കേട്ട് മടുത്തു. അതല്ല, ഒന്നെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ ആ മോട്ടർ പണിയുക, അതല്ല എന്നുണ്ടെങ്കിൽ നീ തിരികെ കൊണ്ടുപോരെ. ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ച സെറ്റ് ചെയ്തോളാം. ആ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോൾ 1 മാസമായി ഞാൻ ഈ സാധനം നിൻ്റെ തന്നിട്ട്. അതൊന്നും എനിക്കറിയണ്ട. നാളെ സാധനം വർക്കായാലും വർക്കായില്ലെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുവരും കേട്ടോ. അഞ്ഞല്ല ഇനിയൊന്നുമില്ല. പൈസ ഒന്നും നീ വർക്ക് ചെയ്ത് കാണിച്ച് ഞാൻ പൈസ ആയിരുന്നു. നീ ഇപ്പം എന്നെ എത്ര മേടിച്ചുകൊണ്ട് പോയത്? ഒരു 5000 രൂപ നീ മേടിച്ചുകൊണ്ട് പോയില്ലേ? ആ അത്രയൊക്കെ മതി. ആദ്യം സാധനം കൊണ്ടുപോവാ. സാധനം റെഡി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ നിനക്ക് ബാക്കിയുള്ള പേയ്മെൻറ്റ് ഞാൻ അപ്പം കയ്യിലേക്ക് തരും. ദേഷ്യം വരുന്നുണ്ട്. വെള്ളവും പഠിക്കുന്നില്ല. എത്ര നേരവും ഞാൻ തുടയ്ക്കുന്നത് നോക്കി. മൂപ്പിന്റെ കോലം ഇത്ര നാളൊരു മൂപ്പ് നല്ലത് മേടിച്ചിട്ട് നമ്മൾ നോക്കി ഇങ്ങനത്തെ കീറി പറഞ്ഞ് ഒന്നും ചെയ്യണത്. ഞാൻ ഇതിന് വെച്ചാൽ എങ്ങനെ നടക്കാൻ? ഇല്ലെന്നുണ്ടെങ്കിൽ സാധനം കൊണ്ട് വെച്ചിട്ട് പൊക്കോന്നേ. അധികം കൊള്ളൊന്നുമില്ല. ആ ഓക്കെ വെച്ചു. മോട്ടറും കൊണ്ടുപോയിട്ട് നന്നാക്കത്തുമില്ല, വെറുതെ പൈസ എടുക്കാൻ. എന്താ പഞ്ചായത്ത് വകയോ? ഇതുണ്ടോ മൊത്തം പോയിരിക്കും. നോക്കി ഇതൊക്കെ വിട്ടിരിക്കുന്നത് പിരിച്ചിട്ട് പിരിയുന്നില്ല. വലിയ വർത്തമാനം പറയാം 5000 രൂപയുടെ കാര്യം. നോക്കി വീട്ടിലൊരു സാധനം ഇല്ല, പിന്നെ എങ്ങനെയാ? അതെ വീട്ടിലേക്ക് ഒരു സാധനം മേടിച്ചാലല്ലേ മറ്റുള്ള സാധനം മേടിക്കുള്ളൂ. നീ എന്തോ അടിവേ കുറേ നേരമായല്ലോ. ഞാൻ തുടക്കി ചുമ്മാ ഇറന്നുകൊണ്ട് മൊത്തം ഞാൻ പറയുന്നതിലാണോ കുറ്റം? ഇത് കണ്ടോ രാവിലെ തൊട്ട് പണിതിട്ട് മനുഷ്യൻ നട്ടു ഓടിച്ചിരിക്കുക. ഒന്ന് വീടൊന്ന് വൃത്തിയായിട്ടൊന്ന് മോപ്പെടുത്തത്. മോപ്പിന്റെ അവസ്ഥ കണ്ടോ? ഈ മോപ്പ് കൊണ്ട് ഞാൻ എങ്ങനെ തുടക്കാനോ? ഒരു മോപ്പെങ്കിലും മേടിച്ചതാ. എത്ര രൂപ അനാവശ്യമായിട്ട് ചെലവാക്കുന്നു. ഒരു മനസാക്ഷി വയ്ക്കും കേട്ടോ. സമാധാനത്തോടെ ഇരുന്ന് ഫോൺ വിളിക്കാൻ പോലും സമ്മതിക്കത്തില്ല പണ്ടാരടങ്ങാൻ. ഇതിനും ഭേദം വല്ല പണിക്കും പോയാൽ മതിയായിരുന്നു. ഒന്ന് വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. അപ്പോഴാണ് അവളെ കണവണ ഉറച്ചില്. എന്ത് കഷ്ടമാണ് ദൈവമേ. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? വല്ലതും മനസ്സിലായായിരുന്നോ? ഈ മനപ്പാവ് പോലെ ഇരിക്കാതെ എന്തെങ്കിലും റിപ്ലൈ കാണിക്കും. എനിക്കിപ്പോ എന്താ ആവശ്യം? എനിക്കൊരു മോപ്പാണ്. എന്തോലും വരും? അതൊരു 500 വരും. 500 രൂപയാ? പിന്നെ അല്ലാതെ ഈ സാധനത്തിന് 150 രൂപയല്ലേ? അതാണ് ആ പോലെ ഇരിക്കുന്നത്. അത് മേടിച്ചിട്ട് അത് അധികം നിന്നില്ലെന്ന്. ഇതിനെന്താ കുഴപ്പം? അതിന്റെ അടുത്തേ ഇത്തിരി ക്വാളിറ്റി ഉള്ള സാധനം മേടിച്ചാലാണ് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. ഇല്ല അത് എടുക്കുന്നില്ല. നോക്കട്ടെ. വേണ്ട എടുക്കണ്ട. അത് കയ്യെടുക്കാവുന്ന്. നീ എടുത്തേ. കേട്ടോ കംപ്ലീറ്റ് നോക്ക്. ഇതെന്താ കുഴപ്പം? എന്താണ് അവിടെ ഇത്ര രണ്ട് കീറല്ലേ ഉള്ളു? ആദ്യം ഒരു സാധനം എടുത്ത് മാക്സിമം അത് യൂസ് ചെയ്ത് എത്ര വർഷമായി പരിചയമുണ്ടോ? ഈ വീട്ടിൽ നമുക്ക് താമസിക്കാൻ വരുമ്പോൾ മേടിച്ചു 4 വർഷമാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇതൊരു 2 കൊല്ലം കൂടെ നിൽക്കും. 2 ദിവസം വിടാണ്ട് ഇവിടെ വിടാനുണ്ടോ? 2 ഇവിടെ കൂടെ വിടാനുണ്ട്. ഈ ഒരു വിടാൻ വിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇതിന് പോയാ നീ ഇതുകൊണ്ട് ഇതാ കുഴപ്പമില്ല. അന്നൊരു പണി ചെയ്തോ. നാളെ തൊട്ട് മോൻ തന്നെ തുടച്ചോ. ഞാനാണ് വീട്ടിലെ പണിയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നേ. ഒന്നുകിൽ മോപ്പ് മേടിച്ച് അല്ലെങ്കിൽ തുടക്കണം. പിന്നെ അത് വീട്ടിലെ പെണ്ണുങ്ങളെ പണി തന്നെയാ. അല്ല പെണ്ണുങ്ങളെ പണിയാണെങ്കിൽ പുതിയ മോപ്പ് എനിക്ക് മേടിച്ചു തരണം. ഈ മോപ്പും കൊണ്ട് ഞാൻ തുറച്ചാ പോരെ? ഞാൻ തുറച്ചോളാം. ഇതിനു വേണ്ടി ഇതിന് എന്തോരം വരും? 500 വരും. 500 രൂപ. ഈ 150 രൂപയ്ക്ക് ഞാൻ മേടിച്ചത്. ഇത് മതി. എന്നാ ശരി. അപ്പൊ നാളെ തൊട്ട് തുടച്ചോളേ. ആഴ്ച 2 ദിവസം തുടക്കണം. അപ്പൊ തുടച്ചോളൂല്ലോ. അപ്പൊ നാളെ തൊട്ട് താൻ തുടച്ചോളണം. ഞാൻ ഇതിൽ കൈയിടൂല. ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഈ മോപ്പ് കൊണ്ട് ഞാൻ ഇനി വീട് തുറക്കില്ല. എന്താ ചായ താനായ തന്റെ പാടേ. ശരിയാ പറഞ്ഞാലും എല്ലാം പോയക്കിടക്ക. വെറുതെ മടി കൊടുത്ത് അടി മേടിക്കണ്ടായിരുന്നു. തൂത്ത എൻ്റെ നടുവിൽ പോക്കാം.
eternity later. ഹലോ സോഫിയ ഡോ എന്താണോ നീ വന്നേ ഒരു സൂത്രം കളിക്കാൻ നീ വന്നേ. എവിടെ പോയതാണോ? എത്ര നേരമായി പോയിട്ട്. നിനക്ക് കയ്യിലൊരു പൊതി എന്താണോ ഇത്? എന്തോ ഇത്? ഇതോ ഇതാണ് നീ പറഞ്ഞ സാധനം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായിരിക്കും? നോക്കട്ടെ. ഇതാണ് മറ്റേ സാധനം. മറ്റേ സാധനം നീ എടുക്ക്. അടിപൊളി. സംഭവം ഇതിന് വലിയ പൈസ ഒന്നുമില്ല. ഇതിന് ഏകദേശം എന്താ ഒരു 850 രൂപ. കുഴപ്പമില്ല, അത്രയായിട്ടുള്ളൂ. കുഴപ്പമില്ല. സന്തോഷമായി. എന്ത് തോന്നി മേടിക്കാൻ? ഇല്ല, എന്തേലും ഇതിൻ്റെ അകത്ത് ഒരുപാട് പണിയൊക്കെ ഉള്ളതല്ലേ. അല്ല, ആ മോപ്പ് മതിയെന്നോ? ഞാൻ തുടച്ചോളാം. അത് കൊള്ളില്ലടി, അത് കംപ്ലീറ്റ് പോയതാ. അത് വേറെ കാര്യമാ. അതുപോലെ ഈ സാധനം മറ്റേതാകുമ്പോഴത്തേക്ക് നിനക്ക് നവവേദന എടുക്കും. അത് നീ എല്ലാം മേടിച്ച് തന്നിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി. ഹലോ ഹലോ ഹലോ, ഇങ്ങ വാ. ഓ നന്നായി പണ്ടാരം. ഇല്ലായിരുന്നെങ്കിൽ വീട്ടിലെയും പണി സൈറ്റിലെ പണിൻ്റെ നടുവ് പിടിഞ്ഞാറ്. ഇപ്പോൾ 750 രൂപ എൻ്റെ നടുവിന് രക്ഷപ്പെട്ടു. പഴയ സാധനം പോകാനേ ഒരു ട്രിക്കുണ്ട്. വേറൊന്നുമല്ല, ആ സാധനം കൊള്ളൂല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. അത് അവരെ കൊണ്ട് ചെയ്യിച്ച് അവിടെ തലയിലങ്ങ് വെച്ച് കെട്ടിയിട്ട് പെണ്ണുങ്ങൾ പാട്ടിനങ്ങ് പോയാൽ മതി. അപ്പോൾ അവർ താനെ പുതിയ സാധനം മേടിച്ചു തന്നു. എങ്ങനെയുണ്ട് ബുദ്ധി? കണ്ടോ പുതിയ സാധനം കിട്ടിയത്? കണ്ടോ? കിട്ടിയത് കിട്ടി. ഹാവും സന്തോഷമായി.